കഥ ഓക്സാനയുടെ മാന്ത്രിക വീണാവാദകൻ സമർപ്പിക്കുന്നു യുക്രൈൻ്റെ പ്രിയ കവി കോപ്സർ എന്നറിയപ്പെടുന്ന ടാറസ് ഷെവ്ചെങ്കോയ്ക്ക്. ഓക്സാനയുടെ മാന്ത്രിക വീണാവാദകൻ. കൊടുങ്കാറ്റ് പോപ്ലാർ മരങ്ങളെയും വില്ലോ വൃക്ഷങ്ങളെയും കുനിച്ചു. ഓക്ക് മരങ്ങളെ കടപുഴക്കി, കളകളെ മറിച്ചു. വിധി അങ്ങനെയാണ്. ഒന്നിനെ മുറിക്കും, മറ്റൊന്നിനെ കുനിക്കും. ഞാനൊരു കളയാണ്. എന്നെ അവൾ വലിച്ചിഴയ്ക്കുന്നു. എനിക്കറിയില്ല എവിടെയാണ് എൻ്റെ കല്ലറ എന്നറിയില്ല. എവിടെ ഇഴയും, എവിടെ വസിക്കും, എവിടെ ഉറങ്ങും, ഒന്നും അറിയില്ല. അവൾ ഓക്സാന. അവൾ മാത്രം ആ ശബ്ദം കേട്ടു. അവൾ ആ വീഴാറായ കുരിശിൻ ചുവട്ടിൽ കണ്ണുകൾ അടച്ചു നിന്നു. ആ പഴയ കുന്നിൻ നെറുകയിൽ വെള്ളത്തട്ടം കൊണ്ട് ശിരസ് മറച്ചിരുന്നു അവൾ. ഏറ്റവും അടുത്തു നിന്നാൽ മാത്രം കാണാവുന്ന ആ ഒഴുകുന്ന കണ്ണീരിനെ എങ്ങനെ ദൂരെ നിന്ന് കണ്ടു എന്നായിരിക്കും. ടാറസും അങ്ങനെയായിരുന്നല്ലോ. സൂര്യൻ നിപ്രോ നദിക്ക് നൽകിയ 7 രത്നങ്ങളിൽ ഒന്ന് അവളുടെ കവിളുകൾക്ക് നദി സമ്മാനിച്ചിരുന്നു. ഓക്സാന. അവൾ ഞെട്ടിത്തിരിഞ്ഞു. പിന്നെ അവിടമാകെ തിരഞ്ഞു. ഇത് ഞാനാ, ടാറസ്. അല്ല, നിന്റെ പഴയ കളിക്കൂട്ടുകാരൻ കോപ്സർ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നദിക്കരയിലേക്ക് ഓടി. എന്നിട്ട് നദിയോടായി പറഞ്ഞു, അമ്മേ, അവനോട് പറയൂ, എൻ്റെ വീണാവാദകനോട്, അദ്ദേഹം സ്വതന്ത്രനായിരിക്കുന്നുവെന്ന്. ഇതാ ഇത് കണ്ടോ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും സ്വതന്ത്രരായിരിക്കുന്നു. അവൾ ഉയർത്തിപ്പിടിച്ച കടലാസ് കഷ്ണം എന്താണെന്നറിയാൻ ശ്രമിക്കാതെ നദി ഒന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് ഒഴുകിപ്പോയി. ഒന്ന് പോവെണ്ണേ, ഇങ്ങനെ എത്ര ഓക്സാനമാർ എൻ്റെ അരികിൽ വന്നിരിക്കുന്നു എന്ന മട്ടിൽ. അവൾ വീണ്ടും തിരിച്ച് ആ ചെറു കുന്നിൻ നെറുകയിലെത്തി. മുട്ടുകുത്തി ആ കടലാസ് തുണ്ട് മനോഹരമായ ഒരു പനിനീർപ്പൂ സമർപ്പിക്കും പോലെ ആ കുരിശിനരികിൽ വച്ചു. നീ എന്തിനാണ് ഇത്ര വേഗം പോയത്? 7 ദിവസങ്ങൾ കൂടി കാത്തിരിക്കാമായിരുന്നില്ലേ? നിന്റെ ജീവിതത്തിൻ്റെ വിയർപ്പുമണികൾ കൂട്ടിവെച്ച് നീ കാത്തിരുന്ന ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ശ്വാസമെങ്കിലും എടുത്തിട്ട്. എൻ്റെ ഗായക, നിന്റെ പഴയ കളിക്കൂട്ടുകാരി തനിച്ചായിരിക്കുന്നു. നീ എന്തെല്ലാമാണ് എനിക്ക് വാഗ്ദാനം ചെയ്തത്? ഈ കൂറ്റൻ കുന്നുകൾക്കും ശക്തമായ സമതലങ്ങൾക്കും അപ്പുറം എന്നെ ഭാഗ്യം തേടി വരും. അന്ന് പുൽത്തകിടിയിലല്ല, പള്ളിമേടയിൽ വെച്ച് ഞാൻ നിന്നെ ചുംബിക്കും. ആളുകൾ അമ്പരന്ന് നോക്കി നിൽക്കെ നാം അന്യോന്യം പുണരും. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, അത് ഏറ്റവും അടുത്ത് നടക്കും. നിന്നെ ശിക്ഷിച്ച ഭരണാധികാരികൾ നൽകിയ സമ്മതപത്രമാണിത്. നോക്കൂ. അവളുടെ കണ്ണുകളും കവിളുകളും ചുവന്നു. ആ ചുവപ്പിന് തൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതത്തിൻ്റെ കടുപ്പം കൂടിയുണ്ടെന്ന് ക്യാനിവ് മലകൾ തിരിച്ചറിഞ്ഞു. അവൾ കണ്ണീർ തുടച്ചു. അവൾ, ആ യുവതി, എല്ലാ നഷ്ടസൗഭാഗ്യങ്ങളുടെയും പ്രതീകം പോലെ യുക്രൈൻ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തെവിടെയോ ക്യാനിവ് എന്ന അസ്തപ്രൗഢമായ നഗരാവശിഷ്ടങ്ങളിൽ ആസന്നമരണനായ ഒരാളുടെ അവസാനത്തെ ശക്തി പോലെ കൈ ഉയർത്താൻ ശ്രമിക്കുന്ന ആ കുരിശടിയിലേക്ക് തൻ്റെ മുഖം ചേർത്ത് കിടന്നു. 10 വയസ്സുള്ള ഒരു ബാലികയെപ്പോലെ. നോക്കു പെണ്ണേ, എനിക്ക് വെള്ളിമെഡൽ കിട്ടിയ ചിത്രമാണിത്. ടാറസ് എന്ന അടിമച്ചക്കൻ, ഒരു ഭൂവുടമയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരച്ഛൻ്റെ മകൻ. അവളും മറിച്ചല്ല. ആ മനോഹരമായ പെൻസിൽ ചിത്രത്തിൽ യുക്രൈൻ എന്ന ആത്മാവിനെ ഉൾക്കൊണ്ട ഒരു തുണ്ട് ഭൂമി ഉണ്ടായിരുന്നു. വൃക്ഷലതാദികളുണ്ടായിരുന്നു. നീലാകാശവും നീലജലവും ഉണ്ടായിരുന്നു. എവിടെ? ഇതിൽ ഞാനില്ലല്ലോ. ഉണ്ട് പെണ്ണെ, സൂക്ഷിച്ചു നോക്കൂ. അവൻ വരകളിലൂടെ ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ മുഖം സൃഷ്ടിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. ചിത്രകാരനായാണോ അടിമയായാണോ അവൻ ജീവിച്ചത് എന്ന് അവനു പോലും അറിയില്ല. അടിമയിൽ നിന്ന് പതിയെ ചിത്രകാരനും കവിയും ഉയർത്തെഴുന്നേറ്റപ്പോൾ 3ഓളം രാജ്യങ്ങൾ ആധിപത്യത്തിനു വേണ്ടി കടിപിടി കൂടുന്ന തൻ്റെ സ്വന്തം യുക്രൈനും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്നതായി അവന് തോന്നി. പിന്നെ അവൻ്റെ മനസ്സിൻ്റെ ഭാണ്ഡത്തിൽ മരിച്ചുപോയ സ്വന്തം അമ്മയായി യുക്രൈൻ എന്ന തൻ്റെ മാതൃരാജ്യം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു.
ആ ഭാണ്ഡം അവസാന ശ്വാസം വരെ അവൻ്റെ തോളിൽ തൂങ്ങി. ഒരിക്കൽ ചിത്രലിപികളിൽ അവൾക്ക് മോറിൻസി എന്ന ജന്മഗ്രാമത്തിലേക്ക് ഒരു കത്ത് വന്നു. അത് വായിക്കാനാകാതെ അന്നും അവൾ കരഞ്ഞു. പെണ്ണേ, എനിക്ക് എൻ്റെ മാതൃഭാഷയിൽ എഴുതാൻ കഴിയുന്നില്ല. അവരെന്നെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. റഷ്യൻ ഭാഷയെ പാടുള്ളൂ എന്നാണ്. നിനക്ക് റഷ്യൻ ഭാഷ അറിയില്ലല്ലോ. പിന്നീട് എന്നോ കണ്ടപ്പോൾ പറഞ്ഞു. ഒരെണ്ണഛായാചിത്രം അവളുടെ മനസ്സിൽ കൂടി ഓടിപ്പോയി. യാചകനായ ഒരാൺകുട്ടി നായയ്ക്ക് അപ്പക്കഷ്ണം നൽകുന്നു. കുന്നിൻ നെറുകയിൽ നിന്ന് വന്ന കാറ്റ് അവളെ തട്ടി വിളിച്ചു. ഇല്ല, അവൾ മയക്കത്തിലാണ്, അല്ലെങ്കിൽ സ്വപ്നത്തിലാണ്. ടാറസ്, എന്തിനാണ് നീ ഒരു ഗായകനായത്? നിന്റെ വരികളിലും വരകളിലും യുക്രൈൻ എന്ന നിന്റെ ജനനിയുടെ സ്വാതന്ത്ര്യ വാഞ്ച പതഞ്ഞു പൊങ്ങിയതും അങ്ങനെ നീ കോപ്സറായി മാറിയതും എന്നിൽ നിന്നും അകന്നകന്നു പോകാനാണോ? സ്വപ്നവും നിയമവും ഒക്കെ അവൾ ഉരുവിടുന്നതായി മലകൾക്ക് തോന്നി. ഭൂമി പോലും ഒരു നിമിഷം നിശ്ചലയായി. സ്വന്തം നാടിന് സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്ന് സ്വയം മോചനം. പിന്നെ ഓരോ വരയും ഓരോ അക്ഷരവും ഓരോ ശ്വാസവും അതിനുവേണ്ടിയായിരുന്നു. കൈകളിൽ വിലങ്ങ് വീണപ്പോഴും അയാൾ താൻ കടന്നുപോയ യൂറാൽ പർവ്വതനിരകളും അരാൽ സാഗരവീചികളും തൻ്റെ വരകളിൽ ഒപ്പിയെടുത്തു. ഓക്സാന, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട യുക്രൈൻ്റെ പുരാതന ശൈലങ്ങളിൽ എന്നേക്കുമായി എന്നെ ഉറങ്ങാൻ അനുവദിക്കണം. അവൾ ഞെട്ടി എഴുന്നേറ്റു. ഭയവിഹ്വലതകളോടെ പുലമ്പി. ഇല്ല, യുറാലിനും അരാലിനുമൊപ്പം ഞാനില്ല. നിന്റെ ചിത്രത്തിൽ ഞാനില്ല. ഉണ്ട് പെണ്ണേ, നീ സൂക്ഷിച്ചു നോക്കൂ. ആ ചിത്രത്തിൽ ഞാനും നീയുമുണ്ട്. അവൾ ധൃതിയിൽ നടന്നു. തല ഉയർത്തി നിൽക്കുന്ന ആ ഹിമശൈലത്തിനും വികാരങ്ങളെ ഉള്ളിലൊതുക്കുന്ന ആ മുഗ്ധസാഗരത്തിനുമൊപ്പം താനും തൻ്റെ പ്രിയപ്പെട്ട ആ മാന്ത്രിക വീണാവാദകനും തെളിയുന്ന ആ ഒരു നിമിഷത്തിനായി പ്രതീക്ഷയോടെ.